Hello friends, welcome back to Miya Spice World. ഇന്ന് നമുക്ക് എളുപ്പത്തിലും പെട്ടെന്നും ബട്ടറും നെയ്യും വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നമുക്ക് എല്ലാവർക്കും ഹോം മെയ്ഡ് ബട്ടറും ഗീയും യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം തന്നെ. പക്ഷെ ആ ഉണ്ടാക്കണം മെനക്കെടും അതിൻ്റെ ആ പ്രോസസ്സ് ആലോചിക്കുമ്പോൾ തന്നെ കുറേ പേര് അത് വേണ്ടാന്ന് വയ്ക്കും. ഇനീഷ്യലി ഞാനും ഈ പണി ചെയ്യാറുണ്ട്. ഈ ബീറ്റർ വെച്ച് തന്നെ അടിച്ചടിച്ച് തന്നെ ബട്ടർ ഉണ്ടാക്കി പിന്നെ അതിൽ നിന്ന് ഗീ ഉണ്ടാക്കണത് ചെയ്യാറുണ്ട്. പക്ഷെ അത് കുറേ സമയം പിടിക്കും, പിന്നെ കുറേ എഫേർട്ടും അതിൽ പോവും. പിന്നെയാണ് ഞാൻ എവിടെയോ കണ്ടു മിക്സിയിൽ അത് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ 1-2 പ്രാവശ്യം മിക്സിയിലും ഉണ്ടാക്കി നോക്കി. പക്ഷെ ആ മിക്സിയിൽ ചെയ്യുമ്പോൾ ആകെ ഏരിയ മെസ്സി ആവും ചെയ്യും. പിന്നെ ആ മിക്സി ക്ലീൻ ചെയ്യുന്ന പാട്, പിന്നെ അതാലോചിച്ചപ്പോൾ അതും നിർത്തി. ഇപ്പോൾ കുറേ സ്ഥലത്ത് കാണുന്നുണ്ട് കുക്കർ വെച്ചിട്ട് ഗീ ഉണ്ടാക്കല്. അതും എനിക്കധികം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ പാൽ അതിന്ന് പോയെങ്കിൽ പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് 2 മിനിറ്റിൽ, യെസ് യു ഹേർഡ് ഇറ്റ് റൈറ്റ്, എങ്ങനെയാണ് 2 മിനിറ്റിൽ ബട്ടർ ഉണ്ടാക്കുക പിന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ നെയ്യ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. പിന്നെ എനിക്കറിയാം ഇത് നിങ്ങൾ വൺസ് ട്രൈ ചെയ്താൽ പിന്നെ ഇത് വിടേയില്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ എൻ്റെ വീട്ടിൽ 2 ടൈപ്പ് പാലാണ് മേടിക്കുക. കൗ മിൽക്ക് ഞാൻ പിള്ളേർക്ക് പാല് കുടിക്കാനും പിന്നെ ബഫലോ മിൽക്ക് ചായക്കും കാപ്പിക്കും. എല്ലാ ദിവസം രാവിലെ ഞാൻ ബഫലോ മിൽക്ക് നന്നായി തിളപ്പിക്കും. ചൂടാറിയതിന് ശേഷം ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി ചില്ല് ചെയ്യും. അത് നന്നായി തണുക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ മേലെ ഒരു തിക്ക് ലെയർ ഓഫ് ക്രീം ഫോം ആവും. ഈ ക്രീമിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിനെ ഞാൻ ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. ഈ പ്രോസസ്സ് ഞാൻ എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസം ഇത് ക്രീം ഫോം ആവും, ഇതിനെ മാറ്റി വയ്ക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഈ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഈ പാത്രം നിറയണ അത്ര ഒരു 12-13 ഡേയ്സ് ആകുമ്പോഴേക്കും ഈ പാത്രം നിറയും കേട്ടോ. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ക്രീമിൻ്റെ പാത്രത്തിന് ഞാൻ ഒന്ന് പുറത്തെടുത്ത് വയ്ക്കും, റൂം ടെമ്പറേച്ചർ ആവാൻ. അങ്ങനെ എടുത്തു വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിൻ്റെ ശേഷം ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ഈ ക്രീമിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇനിയുള്ള പ്രോസസ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പാത്രത്തിലേക്ക് നമ്മൾ ക്രീം ആക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് കഷ്ടി ഒരു 3/4 തൊട്ട് 1 ടീസ്പൂൺ തൈര്, നല്ല ഫ്രഷ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിന് ക്ലോസ് ചെയ്ത് വെക്കുക. ഈ മൂടി വെച്ച ക്രീമിൻ്റെ പാത്രം നമ്മൾ തന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഒരു 3 to 4 hours മിനിമം അതിന് അങ്ങനെ വെക്കണം. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉറങ്ങണ മുമ്പ് ഒരു 11 മണിയാവുമ്പോൾ ഈ പണി ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ എപ്പോഴാണ് ഇനി എണീക്കണം, അറൗണ്ട് 6 o'clock 6:30 ആവുമ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ക്ലീൻ സ്പൂൺ കൊണ്ട് ഈ എടുത്തു വെച്ച ക്രീമിനെ ഞാൻ ഒന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് അധികം ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് കാഷ്വലി സ്ലോലി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം 1 മിനിറ്റിനുള്ളിൽ, ഗ്യാരണ്ടീഡ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബട്ടർ ഫോം ആവണ കാണാം. ഈ ബട്ടറും വെള്ളം തന്നെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. ബട്ടറൊക്കെ മേലെ ഫ്ലോട്ട് ചെയ്യും, താഴെ ആ ബട്ടർ മിൽക്ക് താഴെ ഉണ്ടാവും ചെയ്യും. കണ്ട, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ എത്ര പെട്ടെന്ന് ബട്ടറായി. ഇനിയിപ്പോൾ ഈ ബട്ടറിനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്മോൾ ബോൾസ് ആക്കി ഒരു ക്ലീൻ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഒന്നൊന്നായിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഞാൻ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഈ ഫ്രഷ് ബട്ടറിൻ്റെ ടേസ്റ്റാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റാ. ഇപ്പോൾ കാലത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയോ അല്ലെങ്കിൽ വല്ല പറാട്ടയോ അല്ലെങ്കിൽ റൊട്ടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് ഈ ബട്ടർ തൊട്ട് കഴിക്കാന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഹെൽത്തിയുമാണ്, എന്നുവെച്ചാൽ വീട്ടിലുണ്ടാക്കിയ ബട്ടറായ കാരണം ഹെൽത്തിയുമാണ്. ഇനിയിപ്പോൾ ഈ ബട്ടറിനെ നമുക്ക് ഗീ ആക്കിയാലോ. അതിനെ ഒരു തിക്ക് പാത്രം, നല്ല ഹെവി ബോട്ടം പാത്രം എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ഈ ബട്ടറിനെ ഒന്നൊന്നായിട്ട് ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ബോയിൽ ചെയ്യാൻ വിടാം. ഇത് കാലത്ത് നേരമാണ് ബെസ്റ്റ്. ഇത് സ്റ്റവിൻ്റെ ഒരു സൈഡിൽ ഇതങ്ങനെ ബോയിലായി കൊണ്ടിരുന്നോളും. നമുക്ക് സൈഡിൽ നമ്മുടെ രാവിലത്തെ പണികളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടൈമും നമ്മുടെ വേസ്റ്റ് ആവില്ല.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് അടി പിടിക്കണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലാണ്ട് അങ്ങനെ നമ്മൾ ഫുൾ ടൈം നോക്കിയിരിക്കേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ ഒരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കാണാം ഗീയും അതിൻ്റെ റെസിഡിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങും. ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് അടി പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. ഈ സ്റ്റേജിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ കാണാം ഈ റെസിഡിയൊക്കെ നന്നായി ബ്രൗൺ ആവാൻ തുടങ്ങും. ചിലവർ എന്ത് ചെയ്യും വെച്ചാൽ ഒരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ തന്നെ ഇതിനെ ഓഫ് ചെയ്യും. എനിക്കെന്താ തോന്നണമെന്ന് വെച്ചാൽ ഇത് നന്നായി ബ്രൗൺ ആവുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഗീൻ്റെ ഷെൽഫ് ലൈഫും കൂടാ. ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ ഗീ അധികം നാൾ നിൽക്കില്ല, കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നന്നായി റെസിഡ്യൂ ബ്രൗൺ ആവണ വരയ്ക്കും നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ റെസിഡ്യൂം നല്ല ബ്രൗൺ ആവും ചെയ്തു, ഗീ നല്ല ക്ലിയർ ആവും ചെയ്തു. ഈ സ്റ്റേജിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനെ തണുക്കാൻ വിടാം. കിച്ചണൊക്കെ എന്താ മണം നെയ്യിൻ്റെ, നല്ല ഫ്രഷ് ഗീൻ്റെ മണമാണ് വീട്ടിൽ. ഗീ നന്നായി തണുത്തതിൻ്റെ ശേഷം ഒരു ക്ലീൻ ഗ്ലാസ് പാത്രമോ സ്റ്റീൽ പാത്രത്തിലേക്ക് ഫിൽട്ടർ ചെയ്യുക. പിന്നെ നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി. ഒരു 6 months ഒക്കെ കേടാവാണ്ട് ഈ ഗീ അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ഈ ബട്ടറും നെയ്യ് ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ് എളുപ്പമല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നത്. എന്നിട്ട് എന്തായാലും എനിക്കിതിനെ ഫീഡ്ബാക്ക് അറിയിക്കുന്നത്. അപ്പോൾ see you soon in another video. Bye.